സുഖമാണോ? അങ്ങനെ കഴിയുന്നു. പഠിപ്പൊക്കെ എങ്ങനെയിരുന്നു മോനെ? ഓ വണ്ടർഫുൾ. യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കുകയല്ലായിരുന്നു, പഠിപ്പിക്കായിരുന്നു. അമേരിക്കയിലും? ആദ്യം അവർ കരുതിയത് ഞാൻ വെറും ഒരു സാധാരണ ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെന്നാണ്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്റെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പാവങ്ങളായ അമേരിക്കൻ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല. എന്നെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കണ്ടിട്ടില്ലെന്ന് അവരോടൊരു സമ്മതിച്ചു. അപ്പോ നീ അവിടെ തകർത്തു അല്ലേ? തകർത്തു, തരിപ്പണമാക്കി. പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല. അമേരിക്കൻ ടീച്ചേഴ്സ് മുഴുവൻ പൊട്ടിക്കരയുകയായിരുന്നു. എന്തിന്? അല്ല എന്തിനെന്ന്? അമേരിക്കയുടെ പുരോഗതിക്ക് എന്റെ തലച്ചോറ് വേണമത്രേ. ഞാൻ പറഞ്ഞു പറ്റില്ല, ജന്മനാഥം മറന്നുള്ള കളി പറ്റില്ല, ഈ തലച്ചോറ് ഇന്ത്യക്ക് വേണം. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഓ ഭയങ്കരം, ഭയങ്കരം തന്നെ. അതൊക്കെ ഉറപ്പിച്ചാ മതി. ക്രിക്കറ്റ് കളിക്കാനാണ്, പശുക്കളെ കെട്ടാനല്ല. ക്ഷമിക്കണം, എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ടാ. ഓ ഇത് കേട്ടാത്തൊന്നും മറ്റു കളികളൊക്കെ വലിയ വശമാണ്. അതൊന്നും പറയണ്ട. സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ? മാധവനത് ഓർമ്മയില്ലേ? എന്താ മാധവനോ? എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു. നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചവരല്ലേ? എന്ന് വെച്ചാൽ അപ്പനെ കയറി അളിയാന്ന് വിളിക്കോ? അപ്പനെ കയറി അച്ഛാന്ന് വിളിക്കാമല്ലോ. സാറേ എന്ന് വിളിക്കണം. പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന്? MA ധവാൻ, അതാ ഇപ്പൊ എന്റെ പേര്. ധവാൻ സാർ എന്ന് വിളിക്കണം. പേര് മാറി വിവരം ഞാൻ അറിഞ്ഞില്ല സാറേ. പേര് മാത്രമല്ല, അടിമുടി മാറി. ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത്. അതെനിക്ക് കുറച്ചില്ല. താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാ മതി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ബാറ്റിംഗ് തുടങ്ങുകയാണ്. ബൗൾ ചെയ്തോളൂ. ഇതെങ്ങോട്ടാ എറിയേണ്ടത്? ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ. ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും. ഇവിടുന്നല്ല, ഞാൻ കാണിച്ചു തരാം. ഈ കുറ്റിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ ബൗൾ ചെയ്യണം, അല്ലാതെ മാങ്ങക്കറിയുന്ന പോലെയല്ല. ദാണ്ട് ഒരു കുറ്റി താഴെ കിടക്കുന്നു. അത് 2 മതി. റെഡി? 1 2. അയ്യോ, ആരെങ്കിലും ചത്ത ഇങ്ങനെ കിടന്ന് പോവാൻ? അയ്യാ ചത്തുകൊണ്ടിരിക്കുന്നു. ആരെ? ഞാൻ തന്നെ. ഊർജ്ജശ്വാസം വലിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാ ശംഭു. നിന്നോട് ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അതെ, ഞാൻ ഒരു ഗ്രാജുവേറ്റ് അല്ലേ. നിന്നെ പോലെ ഇങ്ങനെ തരണ്ടാന്ന ഒരു ജോലി നമുക്ക് വെച്ചോളിയാ. അതൊരു പ്രശ്നമാണ്. അതല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, ഉടുത്ത മുണ്ടയച്ച് ആ റോഡ് സൈഡ് വിരിച്ചിട്ട് ഇറക്കാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. സൂക്ഷിച്ചു പോ, സൂക്ഷിച്ചു പോ. വല്ല ലോറിയുടെ കാറിന്റെ അടിയിലേക്കാനെ കൊണ്ട് അടവാക്കല്ലേ. അയ്യാടാ, ഇത് അമേരിക്ക ഒന്നും അല്ല മോനെ. ഞാൻ പറയുന്നത് നീ ആ പെൺകൊച്ചിനെ പോയി ഒന്ന് കാണും. ഇഷ്ടപ്പെട്ടില്ലേ കെട്ടണ്ട. ഇഷ്ടപ്പെടില്ല അങ്കിൾ. വാഷിംഗ്ടൺ DC-യിലും ന്യൂയോർക്ക് സിറ്റിയിലും ഞാൻ എത്രമാത്രം പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫാഷനബിൾ ഡോൾസ് ദേ ആർ. എടാ, നിനക്കറിയാമല്ലോ, നിന്റെ അച്ഛൻ വിപ്ലവാരിഷ്ടം വിറ്റാണ് പണക്കാരനായത്. 4 അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു. പണം ഉണ്ടായി എന്നല്ലാതെ കുടുംബവാഹത്യം ഒന്നുമില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ്. ഒത്തു കിട്ടിയാൽ നിന്റെ അച്ഛന്റെയും ഭാഗ്യം. അങ്കിൾ, ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നവനാണ്. എന്നെ മരുമോനായി കിട്ടാൻ ഒന്നല്ല, ഒരു 100 രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അങ്കിൾ പരിഭവിക്കരുത്. നഗരം, നാഗരിക സംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ മടുത്തുപോയി അങ്കിൾ. ഞാൻ കിട്ടുന്നെങ്കിൽ അത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും. എന്നാ നീ പോയി വല്ല ആദിവാസിയും കെട്ടടാ. മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും. ഈ പെൺകൊച്ച് സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് അല്പം മോഡേൺ എല്ലാം ധരിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ? പക്ഷെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത, ശാലീനത എല്ലാം ഒത്തിണങ്ങിയ സുന്ദരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ച്. അത് പോരാ, വേറെയും പ്രശ്നങ്ങളുണ്ട്. വേറെ എന്താണ് ആ പ്രശ്നം? അങ്കിൾ, ഞാൻ പറഞ്ഞത് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം, അച്ചടക്കം, എളിമ, തനിമ ഇതൊക്കെ വേണം. അവിടെ ചെന്നൊരു 10 ദിവസം താമസിക്കും. എളിമയും തനിമയും നിനക്ക് തിരിച്ചറിയാവുന്ന നോക്ക്. അങ്കിൾ, ഞാനൊരു അമേരിക്കക്കാരനല്ലേ. ഞാനവിടെ ചെല്ലുമ്പോ തന്നെ അവൾ എന്നോട് എളിമയും തനിമയും ഒക്കെ കാണിക്കും.
എന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അത് പോരാ, ദൂരെ നിന്ന് എനിക്ക് അവളെ പഠിക്കണം. എ ഡിസ്റ്റന്റ് സ്റ്റഡി ഓഫ് ഷീ ആൻഡ് ഹെർ പാരന്റ്സ്. അതിന് വഴിയുണ്ട്. ഏത് വഴി? ആൾമാറാട്ടം. ശരിക്കും ആൾമാറാട്ടം. ഡ്രൈവർ ശംഭുവും നീയും അവിടെ ചെല്ലുന്നു. നീ ഡ്രൈവറായിട്ട്, ശംഭു അമേരിക്കയിൽ നിന്ന് വന്ന നീയായിട്ട്. എങ്ങനെ എങ്ങനെ എങ്ങനെ? യഥാർത്ഥത്തിലുള്ള തനിമയും എളിമയും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി അത് ഡ്രൈവറോട് കാണിക്കും. അതായത് നിന്നോട്. പറ്റൂല്ലെങ്കിൽ പറ, വെറുതെ ആളെ മെനക്കെടുത്ത് തരും. ഐഡിയ ഇസ് നോട്ട് സോ ബാഡ്. പക്ഷേ ഈ ആൾമാറാട്ടത്തിന്റെ കാര്യം ശംഭുവിനോട് അത്ര വിശദീകരിച്ച് പറയണ്ട. കേവലം ഒരു ഡ്രൈവർ നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് ശരിയല്ലല്ലോ. അവനോട് ഞാൻ വേറെ ഇന്ത്യൻ എന്നുള്ള പറഞ്ഞോളാം. അങ്കിളിനത് വളരെ സിമ്പിളായി പറയാൻ കഴിയും. എന്നെ പോലെ ഒരു ബുദ്ധിജീവിയൊന്നുമല്ലോ അവൻ. മണ്ടൻ കൊണാപ്പി. ഏതായാലും അങ്കിൾ പറഞ്ഞതുപോലെ ഞാനൊന്ന് കളിച്ചു നോക്കാം. ജസ്റ്റ് ഫോർ എ ത്രിൽ. ബൈ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മേനോൻ ചേട്ടനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞിട്ട് കേൾക്കാത്തതാവൻ. ഈ വേഷം മാറിപ്പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് എളിമയും തനിമയും മനസ്സിലാക്കാനാണ് പോലും. അസല് വട്ട് തന്നെ. ഡ്രൈവറാണെന്ന് തോന്നിയാൽ ആ പെങ്കൊച്ച് ഒരു എളിമയും ഇവനോട് കാണിക്കാൻ പോകുന്നില്ല. അപ്പൊ പെണ്ണിന് വേണ്ട നിവൻ പറയില്ലേ? പെണ്ണിനെ അവനെ ഇഷ്ടപ്പെടണ്ടേ? അവനെ കണ്ടാ തന്നെ അവൾ ഒഴിഞ്ഞു മാറും. 49 ബെഡ്ഫോർഡ് പോലെ ഉണ്ട് അവന്റെ മോന്ത. പക്ഷെ ഡ്രൈവറായിട്ട് ചെന്നാ അവനെ തീരെ ശ്രദ്ധിക്കത്ത് പോലുമില്ല. വരട്ടെ, അവനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ആൾമാറാട്ടക്കാരി ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഫോൺ ചെയ്ത് കൃഷ്ണക്കുറുപ്പിനോട് പറയും. എന്താന്ന്? ഡ്രൈവറായിട്ട് വരുന്നവനാണ് അമേരിക്കക്കാരനെന്ന്. വണ്ടി എന്തിരിച്ചിട്ടേക്കണേ? Idiot. Come in. സാറേ, എന്നെ കൊണ്ട് ഈ വൃത്തിയായിട്ട വേഷമൊക്കെ ഇടിപ്പിക്കുന്നതിന്. പാന്റ് ഷർട്ട് വൃത്തികെട്ട വേഷമാണോ? അതെ. അത് അർഹതയില്ലാത്തവന്തായിരിക്കും അങ്ങനെയൊക്കെ തോന്നും. ധവാൻ സാർ ധരിച്ചപ്പോഴും തോന്നി. അധികം സംസാരിക്കണ്ട. അമേരിക്കയിലുള്ളതുപോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെ ഒക്കെ നാവടപ്പിക്കാൻ പറ്റൂ. ശരി. ഈ വേഷം മാറി അവിടെ ചെന്നാ തല്ലുവെല്ലാം കിട്ടും? മര്യാദക്ക് നിന്നില്ലേ കിട്ടും. ആരെന്ത് ചോദിച്ചാലും ഡോണ്ട് സ്പീക്ക് ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. മിണ്ടരുത്, അനങ്ങരുത്, അടുക്കരുത്. ഓക്കെ? സർദാർ കൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ എനിക്ക്? ഇല്ല. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിനെ വിറപ്പിച്ചു വിട്ട രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശി. ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് പടപൊരുതിയ ആളാണ് സർദാർ കൃഷ്ണക്കുറുപ്പ്. ഇറങ്ങണ വളിയിൽ ഇറങ്ങാൻ. താനൊക്കെ കോത്താടുന്ന വരുവാണോ? മനുഷ്യരെ കൊല്ലാൻ നടക്കുക. ഇതാണ് അമേരിക്കൻ സ്റ്റൈൽ. ഇങ്ങനെ ഓടിക്കുന്നവന്റെ ഒക്കെ പല്ലടിച്ചേരിപ്പിക്കലാണ് ഇവിടുത്തെ സ്റ്റൈൽ. സോറി. അതെ, ഒരു 30 ലിറ്റർ പെട്രോൾ അടിച്ചേ. പെട്രോൾ അടി. സാറിന് എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? ദേഷ്യപ്പെടാതെ പെട്രോൾ അടിക്കണം. ഇവനെയൊക്കെ കൊണ്ടു നടന്നാലേ ആളും കാണൂല, വണ്ടിയും കാണൂല. പ്ലീസ്. സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അവന്റെ ഒരു അമേരിക്കൻ സ്റ്റൈൽ. പിന്നെ മകൻ പുറപ്പെട്ടിട്ടുണ്ട്. അതെ, അമേരിക്കക്കാരൻ തന്നെ. പക്ഷേ വേഷം മാറിയ വരുന്നത് ഡ്രൈവറായിട്ട്. യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ നിന്ന് പഠിക്കാനാ വേഷം മാറി വരുന്നത്. അത് ഞങ്ങൾ നോയിക്കോളാം. ഏതായാലും വിളിച്ചു പറഞ്ഞ നന്നായി. അങ്ങനെ വരുമ്പോ പറയാം. ഓക്കെ.
ധവാൻ സാറേ, ആ ലോറിക്ക് സൈഡ് കൊടുത്തേക്കണം. സാർ, ലോറി താൻ മിണ്ടായിരിക്കണോ? എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരുത്തരെയും ഞാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. വണ്ടി ഒതുക്കടാ, ഒതുക്കടാ അങ്ങോട്ട്. അവന്റെ ഓടിക്കലിൽ നിന്ന് ഞാൻ നിർത്തും. ഏത് എരപ്പാടിയാണ് നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്? ഇറങ്ങാ വെളിയില്, ഇറങ്ങാമില്ല വെളിയില്. സാറേ, ചേട്ടാ, അച്ഛനെ പ്രശ്നം ഉണ്ടാക്കരുത്. കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്കന്നാ. അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന്. കാലുമടക്കി ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരന് സൈഡ് വരും. ചവിട്ട് ഞാൻ കെടുത്തോളാം. ആശാൻ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികളും കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ കരുതിയാ. സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെ, സാറിന്റെ തടി കേടാവാതിരിക്കാൻ എന്റെ ശരീരത്തെ തൊട്ടിരുന്നെങ്കിൽ അവന്റെ കഥ ഞാൻ കഴിച്ചാലേ. ക്ഷമിക്കണം, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല. അത് നടപ്പില്ല. ഞാൻ തന്നെ അമേരിക്കക്കാരൻ, നീ തന്നെ ഡ്രൈവർ. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റും. ഈ റോഡിൽ നിന്ന് ഒന്നും പറയണ്ട. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി കാറിന് പിടിച്ചിട്ടില്ല, ശരിയാവില്ല. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി വണ്ടി എടുക്കടാ. അല്ല, അങ്ങനെ വണ്ടി എടുക്കടാ. ഷർട്ട് ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്താൻ സമയമായല്ലോ തങ്കം. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പതുക്കെയായിരിക്കും വരവ്. ആ ചെറുക്കൻ ഡ്രൈവറുടെ വേഷത്തിലാ വരുന്നതെന്ന് നീ ശോഭയോട് പറഞ്ഞോ? അതിനവള് കോളേജിൽ നിന്ന് വന്നിട്ട് വേണ്ടേ? ഓ എന്റെ ഈശ്വര, എങ്ങനെയെങ്കിലും അമേരിക്കൻ പയ്യനെ എന്റെ മോളെ ഒന്ന് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ആ കോമക്കുറുപ്പിന്റെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞു അവന്റെ മോള് ചിത്രം വരച്ച് വേൾഡ് അവാർഡ് വാങ്ങിക്കാൻ പോകുന്നെന്ന് വീമ്പിളക്ക. വേൾഡ് അവാർഡ് കുറെ പുളിക്കും. കറക്റ്റ് കറക്റ്റ്. ഈ കല്യാണം നടക്കണം. ആ കോമക്കുറുപ്പ് കുത്തുപാളം എടുക്കണം. എന്റെ ഈ രണ്ടാഗ്രഹങ്ങളും നീ സാധിച്ചു തരണേ ഗുരുവായൂരപ്പാ. സ്വാഗതം സ്വാഗതം. വന്നാട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നു? ഐ എം എം എ ധവാൻ. പ്ലീസ് ടു മീറ്റ് യു. ഓക്കെ ഓക്കെ. ഡ്രൈവർ, എന്റെ ലഗേജ് ഒക്കെ കുഞ്ഞെടുക്കണ്ട. ആന്റി, അത് കുഞ്ഞല്ല, എന്റെ ഡ്രൈവറാണ് അവൻ. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ലഗേജ് ഒക്കെ ഇവിടുത്തെ ജോലിക്കാരെ കൊണ്ട് ഞാൻ എടുപ്പിച്ചോളാം. വന്നാട്ടെ. നിങ്ങൾ വരൂ. വാ കുട്ടാ. അകത്ത് വാ കുഞ്ഞ്. അവൻ പുറത്തു നിന്നാ മതി. സ്റ്റേഷനിലൊരു ഡ്രൈവറെ ആരും അകത്ത് കയറ്റാറില്ല. നീ പുറത്തു ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. നീ വരൂ കുഞ്ഞെ, വരൂ. പ്ലീസ്. ഐ എം സോറി ആന്റി. അവൻ പുറത്തു പോട്ടെ. പുറത്തു. ആരെങ്കിലും ഒന്ന് തീർത്ത് പറയണം. ഞാൻ നിക്കണോ പോണോ? പോണം. ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം. ഞാനൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ വളർന്നു വന്നവനാണ്. മുതലാളി മാളികയിലും തൊഴിലാളി മുറ്റത്തും. ഞങ്ങളും താമസിയാതെ അങ്ങനെ ആക്കും. മുതലാളി അകത്തും തൊഴിലാളി പുറത്തും. നിന്നോടാ പുറത്തു പോകാൻ പറഞ്ഞത്. കുഞ്ഞെ ഇരി. വന്നിരിക്കുന്ന കോലം കണ്ടില്ലേ? കോളേജിൽ എന്താ മണ്ണുവട്ടലാണോട് ജോലി? ഈ വേഷത്തിൽ അവൻ കണ്ട അപ്പ വേണ്ടെന്ന് പറയും. ആര് കണ്ടാൽ നിന്റെ നായരും ഓടി. വേഗം പോയി കുളിച്ചു വൃത്തിയാവ്. ഹായ് ബേബി. My name is Dhawan, M.A. Dhawan from States. Namaskar.
ഹൗ ഡു യു ഡു? ഫൈൻ, താങ്ക് യു. എന്തോന്നാ ഇത് അമേരിക്ക എന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കാമോ? What happened? ഒരുത്തെ അണ്ടർവെയർ ഇട്ടോണ്ട് മുമ്പ് വന്നിരിക്കും, നീയെ കൂടെ വായുമ്പളം നോയിക്കൊണ്ടിരിക്കുന്നു. കേറി പോടിയാത്ത അങ്കിൾ, ഇത് അണ്ടർവെയർ അല്ല, ഹാഫ് പാൻസ് ആണ്. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ കോസ്റ്റ്യൂംസ് കണ്ടാൽ അറിയില്ല. ഇതുപോലൊരെണ്ണം ഞാൻ വിട്ടിട്ടുണ്ട്. Yeah. അതിന്റെ മേളിലായി മുണ്ടുടുത്തിരിക്കുന്നു. മുണ്ടില്ലേ പറ, ഒരെണ്ണം ഞാൻ തരാം. പക്ഷെ ഉടുതുണി ഉടുക്കാതെ ഇവിടെ നടക്കാന്ന് വിചാരിച്ചാ ഈ കുറുപ്പിന്റെ ഗുണം മാറും. നിന്റെ അമേരിക്കൻ കളി കുറെ കൂടുന്നുണ്ട്. അങ്കിൾ ഒരു പഴഞ്ചനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിവേ, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പെൺകുട്ടിയെ. ഇനി ഒന്ന് സ്റ്റഡി ചെയ്യണം. എന്റെ സ്റ്റൈലും നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലായി. നിന്റെ സ്റ്റൈല് അവക്കറിയാം. ഡ്രൈവിംഗ് അല്ലേ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. Well,